ഹലോ നമസ്കാരം. നല്ല മഴക്കാലമാണ്. മഴയത്ത് കിടന്നുറങ്ങാനൊക്കെ നമുക്ക് വലിയ ആഗ്രഹം തോന്നുന്ന സമയമാണ്. ഈ സമയത്ത് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നമ്മൾ കേരളത്തിലുള്ള വീടുകളിലിരുന്ന് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികളിൽ തന്നെ RPF അപ്ലൈ ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ അവരോട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ഒന്നാമത്തത് അവർ പഠിക്കുന്ന സ്ട്രാറ്റജി അത് ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് സ്ട്രാറ്റജി പറയും, ബേസിക് ആയിട്ടുള്ള ഐഡിയ പറയും. അതിൽ ഏതെങ്കിലും എലമെന്റ് നിങ്ങൾ പഠിക്കുമ്പോൾ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ. രണ്ടാമതായിട്ട് മാത്സ് നമ്മൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യണം, അതിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്താണ് എന്ന് പറയാനും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാത്സിൽ വീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും അതുപോലെ തന്നെ RPF പഠിക്കുന്ന അല്ലെങ്കിൽ RPF അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിലും തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനും കാണാം. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അത് മാത്രമല്ല ഇന്ന് മുതലുള്ള നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ. അതിന് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് കാണാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ RPFിൻ്റെ SI ആൻഡ് കോൺസ്റ്റബിൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള റാപ്പിഡ് ആക്ഷൻ പ്ലാൻ തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. റാപ്പിഡായിട്ട് ആക്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ കേരളത്തിന് പുറത്തുള്ള കുട്ടികളൊക്കെ ഒരു റൗണ്ട് പഠിത്തം കഴിഞ്ഞ് റിവിഷനിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ പൊതുവെ ഇവിടെ പഠിക്കാൻ തുടങ്ങാറുള്ളത്. ആ ഒരു ശീലം മാറണം. എക്സാം ഡേറ്റിന് വേണ്ടി കാത്തു നിൽക്കാതെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. ഓക്കെ. അപ്പോൾ ഇപ്പോഴേ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള റാപ്പിഡ് ആക്ഷൻ പ്ലാനിൽ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം? നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് 3 സബ്ജക്റ്റുകളാണ്. നിങ്ങൾക്കറിയാം, GK ഉണ്ട്, റീസണിംഗ് ഉണ്ട്, മാത്സ് ഉണ്ട്. ഈ 3 സബ്ജക്റ്റാണ് RPFിനുള്ളത്. നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ കണ്ടതാണ്. സിലബസിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഓക്കെ. ഇനി ഇല്ലെങ്കിൽ നമ്മളെ ചാനലുണ്ട്, നിങ്ങൾ എടുത്ത് നോക്കി കണ്ടാൽ മതി. റെഡി. അപ്പോൾ GK, റീസണിംഗ്, മാത്സ് ഇമ്പോർട്ടൻ്റ് ആരാണ്? നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. GK എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? GK 50 ക്വസ്റ്റ്യൻ ഉണ്ട്. റീസണിംഗ് 35, മാത്സ് 35. ഓക്കെ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആരാന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും ആരാ ഇമ്പോർട്ടൻ്റ്? GK തന്നെയാണ് ഇമ്പോർട്ടൻ്റ്. ഈ 50 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ മാത്സ് ആയാലും റീസണിംഗ് ആയാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രീവിയസ് ഇയറിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു സർക്കിളിനകത്തുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് മാത്സും റീസണിങ്ങും. പക്ഷേ GK അങ്ങനെയല്ല. ഒരുപാട് സബ്ജക്റ്റുകൾ കൂടിച്ചേരുന്ന 50 ചോദ്യങ്ങളാണ്. അത് എത്രത്തോളം വൈഡ് ആയിരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ ആ 50 നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ആളാരാന്ന് ചോദിച്ചാൽ ഞാനൊരു മാത്സിൻ്റെ അധ്യാപകനാണ്. എന്നാൽ പോലും ഞാൻ പറയും RPFിന് ആരെ പഠിക്കണം? GK തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം. നിങ്ങൾ അങ്ങനെയല്ല പഠിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ആ ഒരു സ്ട്രാറ്റജി മാറ്റിയേക്കുക. ഇനി GK പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? GKക്ക് നമ്മൾ വേറെ ഒരു മാർഗ്ഗവുമില്ല. ഹാർഡ് വർക്ക് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ. ഹാർഡ് വർക്കിംഗ് സോൺ. നിങ്ങൾ RPF പഠിക്കുന്ന സമയത്തുള്ള ഹാർഡ് വർക്ക് ചെയ്യാനുള്ള സോൺ ഏതാ? GKൻ്റെ സോണാണ്. അവിടുത്തെ 50 ചോദ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക തന്നെ വേണം. ഇനി GKൻ്റെ ടോപ്പിക്സ് ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, കറണ്ട് അഫയർ ഉണ്ട്, പൊളിറ്റിക്സ്, സയൻസ്, എക്കണോമിക്സ്, സ്റ്റാറ്റിക്, GK, കമ്പ്യൂട്ടർ. ഓക്കെ. ഞാൻ അതിനകത്തുള്ള കുറച്ച് സബ്ജക്റ്റുകളെ പേര് എഴുതിയെന്നുള്ളൂ. ഈ പേരിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് സയൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ സയൻസിനകത്ത് കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്. അതുപോലെ തന്നെ ഈ സബ്ജക്റ്റുകൾക്കൊക്കെ എന്തുണ്ട്? സബ് ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതൊക്കെ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു പണിയല്ല, ഒരുപാട് വലിയൊരു ടാസ്ക് ആണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം നിങ്ങളുടെ ഉദാഹരണത്തിന് ഹിസ്റ്ററി പഠിക്കുകയാണ്. ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് നിങ്ങൾ കാണുന്ന ഒരു ക്ലാസ് ആണെങ്കിൽ ആ ക്ലാസ്സിൻ്റെ നോട്ട് വളരെ കൃത്യമായിട്ട് എഴുതി വെക്കുക. ഒന്നാമത്തത്, നിങ്ങൾക്ക് ക്ലാസ് കാണുമ്പോൾ തോന്നും ഓ ഇതെനിക്ക് മനസ്സിലായി. പക്ഷേ 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങളത് മറന്നേ പോകും. അപ്പോൾ നിങ്ങൾക്കൊരു നോട്ട് ബുക്ക് വളരെ അത്യാവശ്യമാണ്. GKക്ക് വേണ്ടി മാത്രമായിട്ട്, GKക്ക് വേണ്ടി മാത്രം ഇത്രയും ടോപ്പിക്കുകൾക്ക് വേണ്ടിയിട്ട് ഒരു നോട്ട് ബുക്ക് മസ്റ്റായിട്ടും കീപ്പ് ചെയ്യുക. ആ നോട്ട് ബുക്കിൽ നോട്ടുകൾ ഉണ്ടാക്കി വെക്കുക. ഓക്കെ. ഇനി നോട്ടുകൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം? അതവിടെ സൂക്ഷിച്ചു വെച്ചാൽ മതിയോ? പോരാ. ആദ്യത്തെ തവണ റിവൈസ് ചെയ്യണം. ഓക്കെ. നോട്ട് ബുക്ക് ഉണ്ടാക്കുക, റിവൈസ് ചെയ്യുക. ഇനി ഇത് എവിടുന്ന നോട്ട് ഉണ്ടാക്കുക? ഏത് ക്ലാസ്സാണ് കാണുക? അതൊക്കെ പറയാമേ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ. റിവൈസ് ചെയ്യുക, പിന്നെയും റിവൈസ് ചെയ്യുക, അതിനുശേഷം വീണ്ടും റിവൈസ് ചെയ്യുക. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. ഈ റിവിഷൻ എന്ന് പറയുന്ന പോയിന്റ് GKക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച ഹിസ്റ്ററിൻ്റെ ഒരു ടോപ്പിക് എന്ന് ചോദ്യം ചോദിച്ചു എക്സാമിന്. നിങ്ങൾക്ക് ആ ചോദ്യത്തിന് ഉത്തരം ഓർക്കാൻ പറ്റുന്നില്ല. എത്രത്തോളം സങ്കടം നിങ്ങൾക്ക് ഉണ്ടാവും? തിരിച്ച് നിങ്ങൾ പഠിക്കാത്തൊരു ടോപ്പിക് എന്നൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം ഉണ്ടാവും. എന്നാൽ പോലും നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് അവിടെ നിന്ന് ഉത്തരം കിട്ടാത്തതെന്നുള്ളൊരു സമാധാനവും നമ്മളെ മനസ്സിലുണ്ടാവും. പക്ഷേ നിങ്ങൾ പഠിച്ചൊരു ടോപ്പിക്കിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. പഠിച്ച ടോപ്പിക്കുകൾ കൃത്യമായി റിവൈസ് ചെയ്ത് പോകണം. അത് എനിക്ക് അറിയാമെന്നുള്ളൊരു ധാരണയിൽ ഇരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ്. അവരോടൊക്കെ പറയാറുണ്ട് റിവൈസ് ചെയ്തോളാം, വീണ്ടും റിവൈസ് ചെയ്തോളാം. അപ്പോൾ റിവിഷനാണ് അവിടെ ഏറ്റവും
പരമപ്രധാനം. ഓക്കെ, ഇത് മുഴുവനും നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ഇങ്ങോട്ടുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരാൻ പറ്റും, അത് ബേസ് ചെയ്തുള്ള നോട്ട്സിൻ്റെ പോയിന്റ്സ് തരാൻ പറ്റും. പക്ഷേ റിവൈസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഹാർഡ് വർക്ക് സോണിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തോളാം. ഓക്കെ, ഇനി എവിടെ നിന്ന് നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ കാണുക? ഞാൻ കുറച്ച് സജഷൻ തരാം. നിങ്ങൾ ഒരുപാട് പേര് ബുക്സ് ഒക്കെ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടാവും, എന്തൊക്കെ ബുക്ക് വേണമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ ആയിട്ട് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതാ, ദിശ അക്കാദമിക്ക് 2 ചാനലുകളുണ്ട്. അതിലൊന്ന് RPF വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനലുണ്ട്, ദിശ ആർമി എക്സാംസ് പറഞ്ഞിട്ട്. ആ ചാനലിൽ ഇപ്പോൾ RPF ക്ലാസ്സസ് മാത്രമേ പോകുന്നുള്ളൂ. പെയ്ഡൊന്നുമല്ല, ഏറ്റവും ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. ബേസിക് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട സയൻസ്, അതുപോലെ തന്നെ പൊളിറ്റി, അതുപോലെ GK മുഴുവൻ സബ്ജക്റ്റുകളുടെ ക്ലാസ്സസും ഇതിലിങ്ങനെ അപ്ലോഡ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 6000-ഓളം കുട്ടികൾ 6.61 തുടങ്ങിയിട്ടേ ഉള്ളൂ. 6000-ഓളം കുട്ടികൾ RPF വേണ്ടി ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ആകെ 5000 വേക്കൻസിയാണ് RPF ഇന്ത്യയിലുള്ളത്. അപ്പോൾ 6000-ഓളം കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പകുതി പേരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടാവുള്ളൂ, പകുതി പേരൊക്കെ വീഡിയോ കാണുന്നുണ്ടാവുള്ളൂ. എന്തായാലും ഒരു 3000-ഓളം ആളുകൾ വീഡിയോ കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ച് നോക്കിയേ. അപ്പോൾ തന്നെ നിങ്ങൾ കേരളത്തിലെ മാത്രം കോമ്പറ്റീഷൻ ആലോചിക്കാം. ഓക്കെ, കേരളത്തിൽ ടോട്ടൽ 5000 വേക്കൻസി ഇന്ത്യയിൽ മൊത്തം ഉള്ളതിൽ 3000-ഓളം കുട്ടികൾ കേരളത്തിൽ ഈ ഒരു ചാനൽ മാത്രം ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, എത്രത്തോളം കോമ്പറ്റീറ്റീവ് ആണ് ഒരു ടൈം. അപ്പോൾ നിങ്ങളിപ്പോൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സമയം വേസ്റ്റ് ആവുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു അവസരം വേസ്റ്റ് ആവുക എന്നല്ലാതെ എക്സാം ഡേറ്റിന് വേണ്ടി കാത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉപയോഗം ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞതന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുപാട് ക്ലാസ്സസ് വരുന്നുണ്ട്. ആ ക്ലാസ്സസിൻ്റെ നോട്ടുകളാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. എന്നിട്ടാണ് നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് പുതിയൊരു ക്ലാസ് വീണ്ടും കിട്ടി, അതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കുറച്ചും കൂടെ പോയിന്റ്സ് കിട്ടി, നിങ്ങൾ നോട്ടിലേക്ക് ആഡ് ചെയ്താൽ മാത്രം മതി. തുടക്കത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമാണ്. നമ്മളൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാവും, നോട്ട് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവും. നോട്ടൊക്കെ എഴുതി കുറച്ചായി കഴിഞ്ഞാൽ ഒരു ആത്മവിശ്വാസമാണ്. അതായത് ഒരു നോട്ടിൻ്റെ പകുതി നിങ്ങൾ എഴുതി, ഓക്കെ ഇത്രയും ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇതിലുള്ള ഓരോ പേജുകളും എനിക്ക് അറിയാമെന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ആ തോന്നൽ മതി നിങ്ങൾ RPF ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങൾ നടത്തുക, ഈ ചാനലിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇനി അത് മാത്രമാണോ? അല്ല, നമ്മളുടെ ദിശ അക്കാദമിയുടെ പ്രധാനപ്പെട്ട ചാനൽ, മെയിൻ ചാനലിനകത്ത് ഒരുപാട് GK വീഡിയോസ് ഉണ്ട്. അത് RPF എക്സാമിന് വേണ്ടിയിട്ട് മാത്രമല്ല, എല്ലാ എക്സാംസിനും, റെയിൽവേ എക്സാംസിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് GK വീഡിയോസ് കിടക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് എടുത്ത് കാണാം. GK ആണ്, RPF വേറെ GK, NTPC വേറെ GK എന്നൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെ നിന്ന് അറിവ് കിട്ടുന്നോ അതൊക്കെ പഠിച്ചോളാം. GK അത്രത്തോളം തന്നെ പഠിച്ചെങ്കിലേ നിങ്ങൾക്ക് 50-ൽ 50 സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, GK സംബന്ധിച്ച് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ ഈ ചാനലുകൾ ഫോളോ ചെയ്യുക. ബുക്കുകൾ വാങ്ങിയാലുള്ള പ്രശ്നം, ബുക്ക് ലിമിറ്റഡ് ആണ്, വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ അതിനുള്ളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് പഠിക്കാൻ പറ്റണം നിർബന്ധമില്ല. നിങ്ങൾ റിസർച്ച് ഒന്നും അവിടെ നടക്കില്ല. നിങ്ങളൊരു ബുക്കിനുള്ളിലുള്ളത് മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് എന്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ബുക്ക് നിങ്ങൾ പഠിച്ച് തീർക്കുമോ എനിക്കറിയില്ല. ഒരുപാട് ആളുകൾ ബുക്ക് വാങ്ങിച്ചിട്ട് വെറുതെ അവിടെ സൈഡിൽ കൊണ്ടുവെക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊന്നും ബുക്കിൻ്റെ പിന്നാലെ പോവാതെ, ഒരു റാങ്ക് ഫയലിൻ്റെ പിന്നാലെ ഒന്നും പോവാതെ എന്ത് ചെയ്യുക, പഠിക്കുക, യൂട്യൂബ് നോക്കി പഠിക്കുക, നോട്ട് ഉണ്ടാക്കുക, റിവൈസ് ചെയ്യുക. ഓക്കെ, GK സംബന്ധിച്ച് ഇത്രേ പറയാനുള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. ഇതിലേതെങ്കിലും ഒരു കാര്യം നിങ്ങളെ സ്ട്രാറ്റജിക്കകത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും അത് ഉൾപ്പെടുത്തുക. എനിക്ക് തോന്നുന്നു റിവിഷൻ ആയിരിക്കും നിങ്ങളെ സ്ട്രാറ്റജിയിൽ ഇതുവരെ ഇല്ലാത്തൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് GK ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ഇനി അടുത്തത് ആരാ? റീസണിങ് 35, മാത്സ് 35. ഇത് ഹാർഡ് വർക്കിംഗ് സോൺ അല്ല. ഇവിടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണ്ട. ഇവിടെ നമ്മൾ നടത്തേണ്ടത് ഒരു സ്മാർട്ട് വർക്കാണ്. സ്മാർട്ട് വർക്ക് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ് മാത്സിൻ്റെ 35, റീസണിങ്ങിൻ്റെ 35. ഈസിയാണ്. അതിൽ റീസണിങ് എടുത്ത് പറയാൻ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഭൂരിഭാഗം ചോദ്യങ്ങളും വളരെ ഈസിയാണ്. കുറച്ചെണ്ണം ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അവിടെയാണ് പ്രിപ്പറേഷൻ വേണ്ടത്. ഇനി മാത്സിനാണെങ്കിലോ, മാത്സിന് ഇപ്പോൾ കോൺസ്റ്റബിൾ ലെവലാണെങ്കിൽ വളരെ ഈസി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. SI ലെവൽ വരുമ്പോൾ കുറച്ചും കൂടെ ഒരു ഹയർ ലെവൽ വരുന്നുണ്ട്. എന്നാലും മറ്റു പരീക്ഷകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈസി ലെവൽ തന്നെയാണ് RPF SIൻ്റെ ക്വസ്റ്റ്യൻസും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പഠിക്കണം? ഇത് ഞാൻ പറഞ്ഞതുപോലെ GK പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപാട് വാസ്റ്റായിട്ട് പഠിക്കേണ്ട സാധനമൊന്നുമല്ല. ഒരു ചെറിയൊരു പാത്രത്തിനകത്തുള്ള കുറേ അരിമണികൾ പോലെ കിടക്കുന്ന ചോദ്യങ്ങളാണ്, ടോപ്പിക്കുകളാണ്. ആ ടോപ്പിക്കുകൾ ഓരോന്നോരോന്നായിട്ട് പെറുക്കിയെടുക്കണം. പക്ഷെ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഏത് ആദ്യം, ഏത് അവസാനം, ഏത് ഓർഡറിൽ, എന്നിട്ട് എങ്ങനെ പഠിക്കണം, ഇതൊക്കെ എങ്ങനെയാണ് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് പഠിക്കേണ്ടത്. പഠിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യണം? ഈ ഐഡിയ ഉണ്ടെങ്കിൽ ചെറിയ സമയം കൊണ്ട്, അതായത് ഒരു ദിവസത്തിൽ ചെറിയൊരു സമയം ചെലവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രണ്ടാളുകളെയും പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അതിൽ നമുക്ക് മാത്സിനെ പറ്റി പറയാം. മാത്സിനെ പറ്റി പറയുന്ന സമയത്ത് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് അറിയാം. അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ സിംപ്ലിഫിക്കേഷൻ, നമ്പർ സിസ്റ്റം, LCM.
സിംപ്ലിഫിക്കേഷനും നമ്പർ സിസ്റ്റവും LCM എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്പറുകളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്പറിന്റെ ബേസിക് ഓപ്പറേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ആണ്. ആ ഏരിയയിൽ നിന്ന് അത്യാവശ്യം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇതിൽ തന്നെ സേർട്സ് ആൻഡ് ഇൻഡിസസ് ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക് സെറ്റപ്പ് ഇങ്ങനെയാണ്. ഇനി അത് പഠിക്കണം. നമ്മൾ ആദ്യം നോക്കേണ്ടത് സിംപ്ലിഫിക്കേഷൻ, നമ്പർ സിസ്റ്റം, LCM, HCF പോലുള്ള ടോപ്പിക്കുകളാണ്. അത് അത് പഠിച്ച് നിങ്ങൾ മനസ്സിലാക്കി ക്ലാസ്സുകളൊക്കെ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തത് അരിത്തമാറ്റിക് എന്ന് പറയുന്ന ഒരു വലിയ ഏരിയ ഉണ്ട്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നൊരു ഏരിയ ഇത്. അവിടെയാണ് പെർസെൻറ്റേജ് പോലുള്ള, ആവറേജ് പോലുള്ള, റേഷ്യോ പ്രൊപ്പോർഷൻ പോലുള്ള ടോപ്പിക്കുകൾ വരുന്നത്. ഇത് വൃത്തിയായിട്ടിരുന്ന് പഠിക്കുക, ലോജിക്കലി പഠിക്കേണ്ടതാണ്. ഓക്കെ, എങ്ങനെ ഇതിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സംശയമുണ്ട്, ഇയാൾ ഇത് എവിടുന്ന് പഠിക്കാനാണ് പറയുന്നത്. അതൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ഇതൊന്നും ക്ഷമയോടെ കേൾക്കുക. അരിത്തമെറ്റിക് എന്ന് പറയുന്ന ഒരു ഏരിയ മുഴുവനായിട്ട് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അത് കവർ ചെയ്തതിന് ശേഷം, അതായത് ആദ്യത്തെ സെറ്റ് അതുപോലെ തന്നെ അരിത്തമെറ്റിക് കവർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അഡ്വാൻസ് മാത്സിന്റെ ചെറിയൊരു ഏരിയ, അഡ്വാൻസ് മാത്സ് ഒന്നും പറയേണ്ട കാര്യമില്ല, മെൻസുറേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും കൂടെ വരുന്നുണ്ട്. നമ്മുടെ ഏരിയ, വോളിയം ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ് മെൻസുറേഷൻ. ഓക്കെ, അത് ജോമെട്രിന്റെ ഒരു ചെറിയ പാർട്ടായിട്ടുള്ള ആളാണ്. അയാളെ നമുക്ക് അവസാനത്തേക്ക് പഠിക്കണം. നമുക്ക് അറിയാത്ത കുറച്ചധികം ഇക്വേഷൻസ് ഒക്കെ എവിടെ ഉണ്ട്, മെൻസുറേഷനിലുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് സമാധാനമായിട്ട് പഠിക്കണം. ഇപ്പോൾ സമാധാനമായിട്ട് പഠിക്കാനുള്ള സമയമുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ആളുകളിലൂടെ കടന്നിട്ട് വേണം അവിടേക്ക് എത്താൻ. അപ്പോൾ ഈ ഒരു ഏരിയ കൃത്യമായിട്ട് കവർ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം. എങ്ങനെ പറ്റും, എവിടെ നിന്ന് കവർ ചെയ്യും? അവിടെയും എനിക്കുള്ള സൊല്യൂഷൻ ഇത് തന്നെയാണ്. എന്താ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ആദ്യം ബേസിക് കൺസെപ്റ്റ്സ്. അതായത് ഇതാ ഞാൻ പറഞ്ഞുതരാം. ഈ മുഴുവൻ ആളുകളെയും കവർ ചെയ്യുന്ന സമയത്ത് എന്ത് ശ്രദ്ധിക്കണം? ആദ്യം നിങ്ങൾ ബേസിക് കൺസെപ്റ്റ്സ് ഉണ്ടാക്കിയെടുക്കണം. അതായത് ക്ലാസ്സുകൾ കണ്ട് ബേസിക് കൺസെപ്റ്റ്, ക്ലാസ്സുകൾ എവിടെ നിന്നാന്ന് പറയാം. ഇനി ബേസിക് കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ മോഡൽ ക്വസ്റ്റ്യൻസും, പ്രീവിയസ് ഇയറിന്റെ മോഡൽ ക്വസ്റ്റ്യൻസും വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യണം. ആ ക്വസ്റ്റ്യൻസ് വെച്ച് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിന് നിങ്ങൾക്ക് പുറത്ത് എവിടെയും പോകേണ്ട കാര്യമില്ല. ഇതിന് നിങ്ങൾ ഒരു ബുക്ക് വാങ്ങിക്കേണ്ട, പുറത്ത് ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. ബേസിക് കൺസെപ്റ്റ്സ് പഠിക്കാനുള്ള സ്ഥലം നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെയാണ്. യൂട്യൂബ് ചാനലിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, ഇഷ്ടംപോലെ വീഡിയോസ് ഇനിയും വരാനുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ബേസിക് കൺസെപ്റ്റ്സ് പഠിക്കാൻ പറ്റും. ഇനി ബേസിക് കൺസെപ്റ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും എടുത്ത് ചെയ്യണം. അത് നിങ്ങൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ. എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയാം. എന്നാൽ പോലും നിങ്ങൾ വീട്ടിലിരുന്ന് അവിടെ ഒരു വർക്ക് ചെയ്യാനുണ്ട്. പിന്നെ ആ പ്രാക്ടീസിന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെയൊക്കെ ദിശ അക്കാദമിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അതെങ്ങനെയാണെന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം മറന്നു പോകരുത്. ദിശ ആർമി എക്സാം ആണ്. വെറുതെ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ആ ചാനൽ ഒന്ന് എടുത്ത് നോക്കുക. അതിനകത്ത് ഇഷ്ടംപോലെ വീഡിയോസ് കിടപ്പുണ്ട്. അതുല്യ മിസ്സിൻ്റെ ഒരുപാട് ബേസിക് കൺസെപ്റ്റ്സ് പറയുന്ന വീഡിയോസ് കിടക്കുന്നുണ്ട്. അതാദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയതിന് ശേഷം ഓക്കെ, നിങ്ങൾക്കൊരു ഹയർ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ വേണം. അതായത് ബേസിക് കൺസെപ്റ്റ്സ് കഴിഞ്ഞു, ഈ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസും ഒരു അധ്യാപകൻ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് തരണം, നിങ്ങളെ എഴുതി പഠിപ്പിച്ച് തരണം എന്നുള്ളൊരു ലെവലിലേക്ക് വരികയാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് യൂട്യൂബിൽ പോസിബിൾ അല്ല. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നൊന്നുമല്ല. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ സമയമില്ല, ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാനുള്ള സാഹചര്യം ഇല്ല എന്നൊക്കെ ആണെങ്കിൽ നമ്മളെ മെൻറ്റർഷിപ്പിൽ നിങ്ങൾക്ക് പഠിക്കാം. പെയ്ഡ് കോഴ്സിന് വേണ്ടിയിട്ടുള്ള ഇപ്പം നിങ്ങൾ ഫീസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി, ഈ വീഡിയോ കണ്ടിട്ടാണ്, എൻ്റെ പേര് അതുൽ എന്നാണ്, അതുൽ സാറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിഡക്ഷൻ തരാൻ വേണ്ടി ഞാൻ അവിടെ പറഞ്ഞ് ഏൽപ്പിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഈ നമ്പറിലൊന്നും നിങ്ങൾ വിളിച്ച്, അതും കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് മാത്രമായിട്ട് പറഞ്ഞാണ്, അല്ലാത്തവർ കണ്ടിന്യൂ ചെയ്തോളാം. ഓക്കെ, അപ്പോൾ ഈ ചാനൽ കാണാൻ മറക്കരുത്. ഈ ചാനൽ എടുത്ത് നമ്മൾ പഠിക്കുക. അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം കൺസെപ്റ്റ് പഠിക്കണം, പിന്നെന്ത് പഠിക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യണം. അതിന് വേണ്ടി മാത്രമാണ് ആക്ച്വലി ഇന്നത്തെ വീഡിയോ. അത് അനൗൺസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ വീഡിയോ. ആ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. സീരീസ് എന്ന് പറയാൻ പറ്റില്ല, പുതിയൊരു സ്ട്രീം ലൈനിൽ കൂടെ നമ്മൾ മാത്സിന് വേണ്ടി മാത്രമായിട്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ആ സീരീസ് പൊതുവേ നമ്മളിപ്പം ഈ ഒരു സമയത്ത് സീരീസിന് എന്ത് പേര് ഇടുക, ആവേശം എന്നല്ലാതെ സെപ്പറേറ്റ് പേരൊന്നും ഇടാനില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളെ സീരീസിൻ്റെ പേരും RPF ആവേശം എന്ന് തന്നെയാണ്.
സ്ട്രിക്ട്ലി മാത്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള മാത്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു സീരീസാണ് ഇത്. നമ്മൾ നമ്മുടെ ഈ ഒരു ചാനൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ ചാനലിൽ തന്നെ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ RPF പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നാളെ വൈകുന്നേരം വരിക. നാളെ വൈകുന്നേരം വന്നിട്ട് ആദ്യത്തെ ക്ലാസ് കാണാം. നിങ്ങൾ ബേസിക് കൺസെപ്റ്റ്സ് പഠിച്ച ആൾക്കാരായിരിക്കും, ബേസിക് കൺസെപ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കും, അല്ലാത്ത ആൾക്കാരായിരിക്കും. നിങ്ങൾ വന്നിട്ട് നാളത്തെ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. അതിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം കാണിച്ചു തരും, പിന്നെ ചെയ്തു തരും. ഓക്കെ, അത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ സീരീസ് ഫോളോ ചെയ്താൽ മാത്സിൻ്റെ ഏതാണ്ട് പോർഷൻസ് ഒക്കെ കവർ ചെയ്യാൻ പറ്റും. ബേസിക് ഐഡിയ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് എക്സാമിന് ഒരു ആവറേജ് നല്ലൊരു മാർക്ക് വാങ്ങിക്കാനുള്ള ഒരു ലെവലിലേക്ക് എത്താനും പറ്റും. ഇനി അങ്ങനെ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതുല്യ മിസ്സിൻ്റെ ക്ലാസ്സസ്, ദിശ ആർമി എക്സാം, അവിടെ പോയി ബേസിക് കൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം ഈ ഒരു സീരീസ് വന്ന് കാണുക. ഓക്കെ, എന്തായാലും നാളെ നിങ്ങൾ സീരീസ് ഒന്ന് കണ്ടു നോക്ക്. സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടു നോക്ക്. അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ആ സീരീസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത്. ഏറ്റവും നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ എനർജിക്ക് അനുസരിച്ച് നമ്മളെ ക്ലാസ്സുകളുടെ എനർജിയും കൂടിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങൾ തന്നെ നമുക്ക് എനർജി സപ്ലൈ ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ മറന്നു പോയത് പേര് RPF ആവേശം. ഓക്കെ, ഇനി റീസണിങ്ങിൻ്റെ കാര്യം പറയാം. റീസണിങ്ങിൻ്റെ കാര്യം കൂടെ നമ്മൾ പറയണമല്ലോ, നമ്മൾ റീസണിങ് സബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ റീസണിങ് സബ്ജക്റ്റ് ഷിജോ സാർ ഒരുപാട് ക്ലാസ്സുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ നിങ്ങൾ കാണാം. റീസണിങ് ബേസിക്കലി വലിയൊരു വർക്കൊന്നും വേണ്ട. ഈ മാത്സിൻ്റെ അത്ര പോലും വർക്ക് വേണ്ട ഒരു ഏരിയ അല്ല, നിങ്ങൾക്ക് അറിയാം. അവിടെ നിങ്ങൾ ക്ലാസ്സുകൾ കാണാം, ഒരുപാട് ക്ലാസ്സസ് ഇരുന്ന് കാണാം, ഓരോ ടോപ്പിക്കിൻ്റെയും ക്ലാസ്സസ് ഇരുന്ന് കാണാം. ഇനി ഈ ക്ലാസ്സസ് ഒക്കെ കാണേണ്ടത് ആരുടെയാണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങളെ ഇഷ്ടമാണ്. നമ്മൾ ദിശ അക്കാദമീൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് പരമാവധി പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കൊരു ഉറപ്പുണ്ട് ആ ക്ലാസ്സുകൾക്കൊരു ബേസിക് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത്. ഒരു ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകളായതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് റെഫർ ചെയ്ത് തരുന്നത്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഇനി എവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുക? റീസണിങ് പ്രാക്ടീസ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? കുറേ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യാം. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യാം. പക്ഷേ മോക്ക് ടെസ്റ്റ് ഒക്കെ മുമ്പായിട്ട് ഓരോ ചാപ്റ്ററിനെയും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ വാട്സപ്പിലും അതുപോലെ തന്നെ ടെലഗ്രാമിലും എന്തുണ്ട്? കമ്മ്യൂണിറ്റികളുണ്ട്. കമ്മ്യൂണിറ്റികളിൽ 3000-4000 കുട്ടികൾ വന്നിരുന്ന് പഠിക്കുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റികളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിനകത്ത് ഒരുപാട് മെറ്റീരിയൽസ്, PDF പഠിക്കാനുള്ള കണ്ടന്റ് ഒക്കെ ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ റീസണിങ്ങിൻ്റെ കുറേ ക്വസ്റ്റ്യൻസും നമ്മൾ PDF ആക്കി ഇടും. ആ PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, അത് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ക്ലാസ്സുകൾ കാണുക, വർക്കൗട്ട് ചെയ്യുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ ലിങ്കുകൾ ഞാൻ താഴെ കൊടുത്തേക്കാം. നമ്മൾ ഈ വീഡിയോൻ്റെ താഴെയായിട്ട് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ആർമി എക്സാംസ് ചാനലിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അത് രണ്ടും പോയിട്ട് ചെക്കൗട്ട് ചെയ്യണം, എന്നിട്ട് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ പറയാനുള്ളത് വേറൊന്നുമല്ല, എന്താ, നമ്മളെ RPF ആവേശത്തിനെ പറ്റിയിട്ടാണ്. ഏറ്റവും ആവേശത്തോടെ ഇത്തവണത്തെ RPF നമ്മൾ പഠിക്കണം. അതിലും ആവേശത്തോടെ നമുക്കൊരു ജോലി വാങ്ങിക്കാൻ വേണ്ടി പറ്റണം, ആ ലിസ്റ്റിൽ വരാൻ വേണ്ടി പറ്റണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ വീട്ടുകാർക്ക് നമ്മളെക്കാട്ടും ആവേശം ഉണ്ടാവും, നമ്മളെ നാട്ടുകാർക്ക് നമ്മളെക്കാളും ആവേശമാവും. ആ ആവേശത്തോടെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ജീവിതം ജീവിക്കാനും പറ്റണം. അതിലൊരു പാർട്ടാവാൻ ഞങ്ങൾക്കും സാധിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ ആഗ്രഹം സാധിച്ചു തരേണ്ടത് നിങ്ങളാണ്. അതിനു വേണ്ടിയിട്ട് നാളെ മുതലുള്ള സീരീസിൽ ഏറ്റവും ആക്റ്റീവായിട്ട് തന്നെ പങ്കെടുക്കുക. ഞാനും ദിശ അക്കാദമിയും നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.